നമ്മൾ ഈ ടൂർണമെന്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു 6 മന്ത് ഒക്കെ കൂടുമ്പം ടൂർണമെന്റ് ഹോസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് നമ്മൾ ഇരുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ഇതിന്റെ ടൂർണമെന്റ്, പബ്ജിയുടെ ടൂർണമെന്റ് ആദ്യമേ നടത്തിയത്. ടൂർണമെന്റ് കാര്യം പറയാം. അപ്പൊ നമ്മൾ ആ ഒരു ഇന്റർവെല്ലിൽ പയ്യെ ഓരോ ടൂർണമെന്റ്സ് നല്ല രീതിയിൽ കൊണ്ടുവരാം എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പൊ ഇപ്പൊ കറന്റ്ലി നമുക്ക് സെർവറും ഇല്ല. ആൾക്കാർക്ക് PvP കളിക്കുന്ന കുറെ പ്ലേയേഴ്സ് ഉണ്ട്, അവർക്കൊന്നും ഒരു കളിക്കാനുള്ള ഒരു ഇതും ഇല്ല. അങ്ങനത്തെ ഒരു രീതിയിലായി ഇരിക്കുവോ ഇപ്പൊ മൊത്തത്തിൽ. അപ്പം നമ്മൾ വിചാരിച്ചു അത് ഇപ്പൊ ഒരു പെർഫെക്റ്റ് ടൈമാണ്. അതുകൊണ്ട് ആ ഒരു ടൈമിൽ നമുക്കൊരു ടൂർണമെന്റ് നടത്താമെന്ന്. സോ അഗെയിൻ എക്സ്ലാൻഡിക്സ് എക്സ് ഈഗിൾ ഗെയിമിംഗ് ഒരു വലിയ ടൂർണമെന്റ് നമ്മൾ അനൗൺസ് ചെയ്യുവാണ് ഇന്ന്. സോ ടൂർണമെന്റ് വിൽ ബി ഇൻസൈഡ് എക്സ്ലാൻഡിസിന്റെ പുതിയ സെർവറിൽ തന്നെ ആയിരിക്കും ടൂർണമെന്റ് നമ്മൾ നടത്താൻ പോണ. വേറൊരു സെർവറിലും അല്ല, എക്സ്ലാൻഡിസിൽ തന്നെയാണ് നടത്തുന്നത്. എക്സ്ലാൻഡിസിൽ ആയിരിക്കും നമ്മുടെ ഈ ഒരു ടൂർണമെന്റ് നമ്മൾ ഇത് ചെയ്യുന്നത്. ആൻഡ് ഈ ടൂർണമെന്റ് ഒരു ഗുഡ് കോസിനും കൂടി ആണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുടെ വീട് ജപ്തിയ. അപ്പം ആ ജപ്തിയിൽ നിന്ന് നമ്മൾ കയ്യിൽ നിന്ന് നമ്മൾ കുറച്ച് പേര് TVL ക്രിയേറ്റേഴ്സ് എല്ലാവരും കൂടെ പൈസ ഇട്ടിട്ടും, പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പബ്ലിക്കലി ഒന്നും ഞങ്ങൾ കളക്ട് ചെയ്യുന്നില്ല, നിങ്ങൾ 1 രൂപ പോലും അതിനകത്ത് ഇടണ്ട. അത് ഞാൻ പറയാണ്. നമ്മൾ ഈ ടൂർണമെന്റ് നടത്തുന്നതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗുഡ് കോസ് അല്ല, അപ്പാപ്പൻ്റെ ഒന്നുമല്ല കൈസ്, അപ്പാപ്പൻ്റെ വീടൊന്നും ജപ്തിയൊന്നുമല്ല. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനായിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്, ഞാനും ബ്രാവോയും കൂടെ ആയിരിക്കും ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സാധനം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അത് രണ്ടും കൺസിഡർ ചെയ്തിട്ടാണ്. അതായത് ഒന്നാമത് കാര്യം ഇപ്പോൾ കളിക്കാനുള്ള സെർവർ ഇല്ലാത്തതും, രണ്ടാമത് ഇങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് കോഴ്സ് നമുക്ക് വന്നതുകൊണ്ട്, ഈ ഒരു 2 കേസ് ഉള്ളതുകൊണ്ട് നമ്മളത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത്. സോ എന്തായിരിക്കുമെന്ന് വെച്ചാൽ ടൂർണമെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ടൂർണമെന്റ് പ്രൈസ് പൂൾ വിൽ ബി കഴിഞ്ഞ വട്ടത്തെ പോലെ 1 ലക്ഷം രൂപ പ്രൈസ് പൂൾ പ്ലസ് സ്പോൺസർഷിപ്സ് ഉണ്ടാവും. ഇതിന്റെ കംപ്ലീറ്റ് സ്പോൺസർഷിപ്പ് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല, അതിനൊരു 3 days എടുക്കും. 2-ാം തീയതി ആയിരിക്കും നമ്മുടെ ടൂർണമെന്റ് സ്റ്റാർട്ട് ആവുന്നത്. 2-ാം തീയതി ആകും ടൂർണമെന്റ്. അപ്പോൾ ടൂർണമെന്റിൽ ഈ പ്രൈസ് പൂളിന് മുകളിലോട്ട് സ്പോൺസർഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ള കഴിഞ്ഞ വട്ടത്തെ പോലെ വന്ന എല്ലാവരും അതിനകത്ത് കഴിഞ്ഞ വട്ടം ചെയ്തതുപോലത്തുള്ള ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ പ്രൈസ് വിൽ ബി മച്ച് ഹയർ. അപ്പം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ടൂർണമെന്റ് ഫോർമാറ്റ് എന്ന് പറയണത് എത്ര ടീംസിന് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം. ഇനി നമ്മളൊരു ഓപ്പൺ ഫോറം ഇടും, രജിസ്റ്റർ ചെയ്യുന്ന എത്ര ടീമുണ്ടോ അത്രയും ടീമിനെ വെച്ച് നമ്മൾ ടൂർണമെന്റ് നടത്താൻ പോവാം. അതായത് ഈ വട്ടം നമ്മൾ ആരെയും ഒഴിവാക്കുന്നില്ല. എക്സ്ലാൻഡിസിലെ പ്ലേയേഴ്സിനെ മാത്രമല്ല, എക്സ്ലാൻഡിസിന്റെ പുറത്ത് കേരളത്തിൽ ഏതൊക്കെ RP പ്ലേയേഴ്സ് ഉണ്ടോ, കേരളത്തിൽ ഏതൊക്കെ RP ഗ്യാങ്സ് ഉണ്ടോ അവർക്ക് മൊത്തം പങ്കെടുക്കാം. അതാണ് മെയിനായിട്ട് ഈ വട്ടം നമ്മൾ ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ വട്ടം നമ്മൾ കുറേ പേരെ സോർട്ട് ചെയ്തു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. സോ ഈ വട്ടം അപ്പം നമ്മൾ എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാങ്ങിൽ നിന്ന് 3 ടീമിനെ നമ്മൾ അലോ ചെയ്യും. എല്ലാ ഗ്യാങ്സിനും 3 ടീം. കാരണം തമിഴ് പ്ലേയേഴ്സിനെ കറന്റ് നമ്മളിപ്പോൾ അലോ ചെയ്യുന്നില്ല. തമിഴ് പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ തമിഴ് സെർവർ മാത്രം കളിക്കുന്ന ആൾക്കാരെ നമ്മളിപ്പോൾ കറന്റ് ചെയ്യുന്നില്ല. നമ്മുടെ അവിടെ ആൻറ്റി ചീറ്റ് ഉണ്ടാവും. ഹാക്ക് പിടിച്ച വോൾ ഓഫ് ഷെയിമിലൊന്നും ഇടത്തില്ല. ഞാൻ ഈ 10-15,000 പേരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഇരുന്നങ്ങ് അവരാധിക്കും, അല്ലാതെ വോൾ ഓഫ് ഷെയിം ഒന്നുമില്ല. പിന്നെ നമ്മുടെ എക്സ്ലാൻഡിസിലും പെർമനന്റ് ബാൻ ആയിരിക്കും, അതേ ഉള്ളൂ, വേറൊന്നുമില്ല. ഹാക്കൊക്കെ ഇട്ടുകൊണ്ട് ഫയൽ കിട്ടണമാരൊക്കെ ഇട്ടുകൊണ്ട് വരട്ടെ. നമുക്ക് പിടിക്കാനുള്ള ടീമൊക്കെ ഉണ്ട്, അത്യാവശ്യം കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ടൂർണമെന്റിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഒരു ടീമിൽ 10 പേര് പ്ലസ് 2 സബ്, 12 പേരെ നിങ്ങൾക്ക് ടീമിൽ കൊണ്ടുവരാം. ആൻഡ് ഇപ്പോൾ എക്സ്ലാൻഡിസിലെ ഫോർമാറ്റ് അനുസരിച്ച് ഒരു ഗ്യാങ്ങിൽ മിനിമം സിറ്റുവേഷനിൽ 35 മെമ്പേഴ്സ്, മാക്സിമം കൗണ്ട് എന്ന് പറയുന്നത് 35 ആണ്. അപ്പോൾ എങ്ങനെ പോയാലും എല്ലാ ഗ്യാങ്ങിലും 30+ മെമ്പേഴ്സ് ഉണ്ട്. സോ എല്ലാവർക്കും കളിക്കാൻ ഒരു അവസരം എന്നുള്ളൊരു സാധനം ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു ടീമിൽ നിന്ന് ഒരു ഗ്യാങ്ങിൽ നിന്ന് 3 ടീമിനെ അലോ ചെയ്യുന്നുണ്ട്. സോ മേ ബി TVA ഹോസ്റ്റ് ആയതുകൊണ്ട് ഒബ്വിയസ്ലി TVA ഗേവ് ചെയ്യുന്ന സൈഡിൽ നിന്ന് അവർക്ക് ഇനി ഇൻ കേസ് ഒരു സ്ലോട്ടും കൂടെ വേണം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി അത് ഉറപ്പായിട്ട് നമ്മൾ അതും കൊടുക്കും, കഴിഞ്ഞ വട്ടം ടൂർണമെന്റ് നടത്തിയതുപോലെ. സോ ബാക്കി എല്ലാവർക്കും 3 സ്ലോട്ട് വെച്ച് 10 മെമ്പേഴ്സ് ഉള്ള 3 സ്ലോട്ട് ആയിരിക്കും. ആൻഡ് ഈ വട്ടം നമ്മൾ ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ഇതിന്റെ മാപ്പ് ഫുള്ളി ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഒരു എൻട്രി ഫീ ഒന്നുമില്ല, ഫ്രീ രജിസ്ട്രേഷൻ. ആർക്കും എൻട്രി ഫീ, നമ്മുടെ ഒരാളുടെ കയ്യിൽ നിന്ന് 5 പൈസ നമ്മൾ കളക്ട് ചെയ്യുന്നില്ല, നമ്മൾ ഇതിൽ നിന്ന് തന്നെയാണ് നമ്മൾ എല്ലാം കൊടുക്കുന്നത്. സോ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വട്ടം ടൂർണമെന്റിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടൂർണമെന്റ് നടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് സെയിം ലൈക്ക് പബ്ജി. നമ്മൾ എൻറ്റയർ മാപ്പ് സെലക്ട് ചെയ്തിട്ടില്ല, കാരണം ഓവർലോഡും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻറ്റയർ GTA മാപ്പ് സെലക്ട് ചെയ്തിട്ടില്ല. നമ്മളൊരു പർട്ടിക്കുലർ ഏരിയ, അത് വൈഡ് ഏരിയ ആണ്, കുറച്ച് വലിയ ഏരിയ ആണ്, ആ ഏരിയ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഫ്ലൈറ്റിനകത്ത് നിങ്ങളെ കയറ്റും. പബ്ജി പോലെ തന്നെ ഫ്ലൈറ്റിനകത്ത് കയറ്റി
നിങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് നിങ്ങൾ താഴെ ചാടണം. താഴെ ചാടുന്ന സമയത്ത് നിങ്ങൾക്ക് താഴെ ലൂട്ട് ബോക്സ് ഉണ്ടാവും. ആ ലൂട്ട് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൂട്ട് ബോക്സിൽ നിന്ന് തന്നെ ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് നിങ്ങൾക്ക് ഇത് താഴെ ഇറങ്ങി ലൂട്ടെല്ലാം എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വണ്ടി ഉണ്ടാവും റൊട്ടേറ്റ് ചെയ്യാൻ, പൊസിഷൻ പിടിക്കാൻ. പക്ഷെ ഈ വട്ടം അത്രയ്ക്ക് ഈസി ആയിട്ട് കില്ലെടുക്കാൻ പറ്റത്തില്ല. പബ്ജി പോലെ തന്നെ അടിച്ചിട്ട് കഴിഞ്ഞാൽ ആള് നോക്കായി കിടക്കത്തേ ഉള്ളൂ. നോക്കായ ആളെയും ഫിനിഷ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കില്ല് കിട്ടുള്ളൂ. മനസ്സിലായോ? അതായത് നോക്കായ ആളെ ടീംമേറ്റിന് റിവൈവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് 10 പേരുണ്ടെങ്കിൽ ഒരാളെ നോക്കാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നോക്കാക്കിയ ആളെ പോയി റിവൈവ് ചെയ്ത് 10 തിരിച്ചു കൊണ്ടുവരാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ ഒരു എക്സാക്ട്ലി ഒരു പബ്ജി ടൂർണമെന്റ്, പബ്ജി നടക്കുന്നത് പോലെ തന്നെ നടക്കാൻ GTA ഇത് കോഡ് ചെയ്തത് നമ്മുടെ എന്താ നിഞ്ചയാണ്. 4 ദിവസം ഇപ്പൊ ഞാൻ അവനോട് ഇത് കോഡ് ചെയ്ത് തുടങ്ങാൻ പറഞ്ഞിട്ട് ഒരു 3-4 ദിവസം ആയതേ ഉള്ളൂ. 4 ദിവസത്തിനകത്താണ് ഈ കോഡിങ് കഴിഞ്ഞത്. ഇത് GTA നടക്കുന്നത്, പബ്ജിയിലല്ല ഞാൻ പറയണേ. ശോകമൊന്നും ആവത്തില്ല കൈസ്, അത് നന്നായിട്ട് പൊക്കോളും. അത് പബ്ജി എങ്ങനെയാണോ അതുപോലെ തന്നെ ആണ്. ഗൺ റേഞ്ച് ക്ലോസ് മിഡ് ഫൈറ്റ് മാത്രമേ ഉള്ളൂ. സ്നൈപ്പേഴ്സ് ഒന്നുമില്ല, സ്നൈപ്പറും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം അങ്ങനെയായിരിക്കും നമ്മൾ ടൂർണമെന്റ് കറന്റ് നടത്താൻ പോണത്. ആൻഡ് അതിന്റെ കൂടെ തന്നെ അവൻ ഈ ലിമിറ്റഡ് ടൈമിൽ നമുക്ക്, കാരണം 2-ാം തീയതി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. നാളെ നമ്മൾ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം 2-ാം തീയതി ആയിരിക്കും, 2-ാം തീയതി തൊട്ട് ഒരു അൾട്ടിമേറ്റ് ടൂർണമെന്റ്. കാരണം ഗൈസ് ഇത് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ മാക്സിമം 3 ദിവസത്തിനകത്ത് തീർക്കുക എന്നുള്ളതാണ്. കാരണം സെർവർ വരെ എന്തായാലും ഒരു 8-10 ദിവസം എടുക്കും. പക്ഷെ ടീം എത്ര കൂടുതലുണ്ടോ എന്ന്, എത്ര ലൈഫ് ഉണ്ടെന്നോ അങ്ങനെയല്ല ബ്രോ. റീകോൾ അല്ല ഗൈസ്, റിവൈവ് ആണ്. നിങ്ങൾക്ക് റീകോൾ അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ റീകോൾ വേണമെങ്കിൽ റീകോൾ അടക്കം അവൻ പറഞ്ഞത് റീകോൾ ചെയ്യാന്നാണ്. നമ്മൾ പറഞ്ഞാൽ നമ്മൾ റീകോൾ വേണ്ട, റിവൈവ് ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ വീണ് കിടന്നാൽ നമ്മുടെ ഒരു ടീംമേറ്റിനെ ഒരാളെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അവൻ നോക്കാവും. ആദ്യം ഫുൾ ഇത് കഴിയുമ്പോൾ നോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റസ് ചെയ്താൽ തിരിച്ച് ഷീൽഡ് ഇല്ലാതെ ഫുൾ HP ഇതാവും. വീഡിയം ഒന്നും അലോഡല്ല. വീഡിയം നമ്മൾ മറ്റേ ആന്റി വീഡിയം സാധനം അത് സെറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയം അലോഡല്ല. 10 പേരുള്ളതുകൊണ്ട് നമുക്ക് അതൊന്നും വേണ്ട. പിന്നെ യൂട്ടിലിറ്റീസ് കൂടുതലും ഇൻവോൾവ് ചെയ്യാനുള്ള ശ്രമമുണ്ട്. സ്മോക്ക്, മോൾട്ടോവ് ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് നമുക്ക് വേണ്ടുന്നത് മെയിനായിട്ട് എത്ര പേര് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നുള്ളൊരു കാര്യം പറയണം. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഡേയ്സ് ഇതാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഫൈനൽ വിൽ ബി പോയിന്റ് ടേബിളിൽ നിൽക്കുന്ന 15 ടീമോ അല്ലെങ്കിൽ 10 ടീമോ ആയിരിക്കും ഫൈനൽ. അന്നൊരു 3 മാച്ച് ഉണ്ടാവും. 3 മാച്ചിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സെക്യൂർ ചെയ്യുന്ന ടീമിനായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോണത്. ആൻഡ് അങ്ങനെയാണ് നമ്മൾ ഫുൾ മാപ്പ് അല്ല, പകുതി മാപ്പേ ഉള്ളൂ. പകുതി എന്ന് പറഞ്ഞാൽ പകുതിയല്ല, അത്യാവശ്യം കളിക്കാൻ സോൺ ഷിഫ്റ്റ് ആവുന്ന ഒരു ഇതുണ്ട്. TV നീൽ വില്ലുമോന്റെ സെക്കൻഡ് അക്കൗണ്ട് സ്പോട്ട് ഇടുന്നോ? അതെന്താ നീല അങ്ങനെ പറഞ്ഞേ? ഫ്രീ ഫയർ കോപ്പി ഉണ്ടാവുന്ന എടാ എന്താടാ, ബാറ്റിൽ ഗ്രൗണ്ട് ഗെയിംസ് അല്ലേ ഏകദേശം സെയിം അല്ലേടാ. അപ്പൊ ആ സാധനം ഗോകുനെ കൊണ്ടുവരാൻ കമന്ററിയില്ലേ. പക്ഷെ ഗോകു എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനും ഗോകു എന്തായാലും കളിയില്ലാത്ത ദിവസം അവനെ നമുക്ക് കമന്ററിക്ക് കൊണ്ടുവരാം. ഗോകും അപ്പാപ്പനും ഞാനും ആയിരിക്കും, വി വിൽ ബി ദ ഹോസ്റ്റ്. അപ്പം നമുക്ക് ടീമിൽ നിന്ന് എല്ലാ കേരളത്തിലെ ഞാൻ എല്ലാ RP കളിക്കുന്ന ഗ്യാങ്സുകളെയും ഞാൻ ഓപ്പൺ ഇപ്പൊ ഇത് നമുക്ക് സെർവർ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളെ ഒന്നും വന്ന് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കഴിഞ്ഞ വട്ടം നമ്മൾ എക്സലാൻഡിസ് മാത്രമായിരുന്നു ഒരു ഇൻവിറ്റേഷൻ കൊടുത്തത്. ഈ വട്ടം അങ്ങനല്ല. നിങ്ങൾ ഏത് RP സെർവറിൽ കളിക്കുന്ന ഗ്യാങ് ആണെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ആഗ്രഹവും നിങ്ങൾക്ക് എക്സലാൻഡിസിലൊക്കെ കയറി കളിക്കണം, TV ഒക്കെ അടിക്കണം, KV ഒക്കെ അടിക്കണം എന്ന് ആഗ്രഹമുള്ള എല്ലാ ഗ്യാങ്ങുകൾക്കും വരാം, രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്കും ഈ ലോബി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ നിങ്ങളുടെ 3 ടീമിന് കളിക്കാം. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവരും രജിസ്റ്റർ ചെയ്യുക. രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഈ ഒരു ഇത് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ടൂർണമെന്റ് എത്ര ദിവസത്തേക്ക് ഉണ്ടാവും എന്ന് നമുക്ക് ഫൈനൽ ലിസ്റ്റ് അറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മുടെ എന്തായാലും എക്സലാൻഡിസ് മാത്രം നോക്കിയാൽ തന്നെ ഒരു ഗ്യാങ്ങിൽ നിന്ന് 3 ടീം വെച്ച് നോക്കിയാൽ തന്നെ 90 ടീം വരും. ഓ ഇഷ്യൂ. സോ ഗൈസ് ഇവിടെ വേറെ ഒരു ഗ്യാങ്ങുകളുടെയും നിങ്ങൾ മറ്റേ ഇത് ചെയ്യല്ലേ ഗൈസ്, ദയവ് ചെയ്ത് അവരെ വിളിക്കല് ഇവരെ വിളിക്കല് അങ്ങനൊന്നും ഇല്ല. എല്ലാവരെയും നമ്മൾ വിളിക്കുന്നുണ്ട് ഇതിനകത്ത്. അവരെ വിളിക്കല് ഇവരെ വിളിക്കല് എന്നൊന്നും പറയല്ല. ഇതൊരു ഓപ്പൺ ടൂർണമെന്റാ. ആ സമയത്ത് നമുക്ക് അവരെ വിളിക്കല് ഇവരെ വിളിക്കല് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമേ അല്ല. മനസ്സിലായോ? ഇത് കൂട്ടേടിയാണ്. എങ്ങനെയാ കളി? എന്ന് വെച്ചാൽ ബ്രോ ഓപ്പൺ സോണ് നിങ്ങൾക്ക് ലൂട്ടെടുക്കാം. ലൂട്ടെടുത്ത് സെറ്റിൽ ആയതിനു ശേഷം വണ്ടി എടുത്തോണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കോമ്പൗണ്ട് റഷ് ചെയ്ത് ഫൈറ്റ്സ് എടുക്കാം. കിൽ പോയിന്റ് ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി ക്യാമ്പിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കിൽ പോയിന്റ് ചിലപ്പോൾ കുറച്ച് കൂട്ടിയിടും. വേണമെങ്കിൽ കൂട്ടിയിട്ടാൽ പൊസിഷൻ പോയിന്റിനോട് തന്നെ വേണം കിൽ പോയിന്റും കൂടെ കൂട്ടിയിട്ടാൽ നമുക്ക് കുറച്ച് ടീമുകൾ അഗ്രസീവായിട്ട് കളിച്ച് പഠിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. സോൺ ഡാമേജ് ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുവിടാ.
സോൺ ഡാമേജ് ഉണ്ട്, കഴിവുള്ളവരെ വിളിച്ചാൽ പോരെ ബ്രോ. അങ്ങനെയല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ എക്സ്ലാൻഡിസ് ഇത് കളിക്കാത്ത ഒരുപാട് വേറെ നല്ല ഗ്യാങ്ങുകൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഗൺ പവർ ഉള്ള വേറെ നല്ല നല്ല ഗ്യാങ്ങുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഒരു പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം, ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിന് എക്സ്പോഷർ കിട്ടും, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വരുമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ഏജ് ലിമിറ്റ് ഉണ്ടോ? ഇതിന് ഏജ് ലിമിറ്റ് ഇല്ല. ഇതിന് ഏജ് ലിമിറ്റ് അല്ല അല്ല അല്ലേ നമുക്ക് വെക്കാം. പിന്നെ എന്താ, അത് വേറൊരു ക്രൈറ്റീരിയ. 18+ വെക്കാം. അത് തന്നെയാണ് നല്ലത്. പിന്നെ ഇനി അടുത്തൊരു പ്രശ്നം വരണ്ട, വെറുതെ ഒരു സെർവർ സീനാക്കാണ്ട. നമുക്ക് 18+ തന്നെ വെക്കാം. വെറുതെ അത് മാറ്റിയിട്ട് നമുക്ക് പണി മേടിക്കണ്ട. ഓക്കെ. അപ്പം ഇത്രയാണ് ഒരു കാര്യം. അപ്പം നമ്മൾക്ക് 2-ാം തീയതി തുടങ്ങാം എന്നുള്ളൊരു പ്ലാനാണ്. നാളെ എന്തായാലും എക്സ്ലാൻഡിസിന്റെയും അതേപോലെ തന്നെ ടിവിയുടെ ഒഫീഷ്യലിലും ഡിസ്കോഡ് ലിങ്കും ബാക്കി കാര്യങ്ങളും എല്ലാം വരും. നിങ്ങൾ ആ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക, ടീം രജിസ്റ്റർ ചെയ്യുക. 10+2 ആണ് കറന്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന കൗണ്ട്. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ 10 പ്ലേയേഴ്സും 2 സബ്ബും ആണ് നമുക്ക് ഇതാക്കുന്നത്. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഈ പറയണത് പോലെ ആൻറ്റി ചീറ്റും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ മനുഷ്യന്മാർ, നമ്മൾ ഈ കളിക്കുന്ന ആൾക്കാർക്ക് പിടിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റേ ഇനിയിപ്പം മൊബൈൽ ഡേറ്റയൊക്കെ കുത്തി പിങ് ഒക്കെ മാറ്റി മറ്റേ വൈഫൈ റൂട്ടറൊക്കെ വെച്ച് കളിക്കുന്ന പരിപാടിയൊന്നും നമുക്ക് കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. അതൊക്കെ വെച്ചുകൊണ്ട് വന്നാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് തരുന്നവരെ നമുക്ക് വേറെ ഒന്നും പറയാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ POV മസ്റ്റാണ്. അതിനി എന്താ ഹൈ എൻഡ് PC ആയാലും ലോ എൻഡ് PC ആയാലും POV എന്ന് പറയുന്ന സാധനം നമുക്ക് മസ്റ്റാണ്. മിസ്റ്റർ എക്സിന് PDക്ക് ഇങ്ങനത്തെ എല്ലാവർക്കും കളിക്കാം. ആൻഡ് ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ, ഈ വട്ടം നമുക്ക് സിറ്റിസൺസിനും വേണം ചാൻസ് കൊടുക്കാം. നിങ്ങൾ സിറ്റിസൺസ് ഒരു ഗ്യാങ് നെയിം ഇട്ട് വന്ന് നിങ്ങളുടെ ടീം രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് സിറ്റിസൺസിനും കളിക്കാം. ഓക്കെ. ഗ്യാങ് ഇല്ലാത്തവർക്കും ഒരു കൺസിഡറേഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ. പക്ഷെ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ ഒത്തിരി ടീം വന്നാൽ നമ്മൾ എത്ര ദിവസത്തിൽ ഇത് നടത്തി തീർക്കുമെന്നാണ് എൻ്റെ പേടി. എന്തായാലും 10 ദിവസത്തിന് കഴിയും സെർവർ വരാൻ. ഇത് മാനേജ് ചെയ്യാനുള്ള അഡ്മിൻസും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം. ഗൈസ്, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇത് സിറ്റിസൺസിന് ഗ്യാങ് ആയിട്ട് കൊടുക്കണോ വേണ്ടയോ? ലിമിറ്റഡ് സ്ലോട്ട്സ് ഫോർ സിറ്റിസൺസ്. അതും നല്ലൊരു ഓപ്ഷനല്ലേ. ലിമിറ്റഡ് സ്ലോട്ട്സ് ഫോർ സിറ്റിസൺസ്, അത് കൊള്ളാം. അതും നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഞാൻ ഇത് അവരുടെ അടുത്തൂടെ ഒന്ന് ചോദിച്ചിട്ട്, എല്ലാവരുടെ ഒന്ന് ചോദിച്ചിട്ട് നമുക്കത് ഇത് ചെയ്യാം ഗൈസ്. അതങ്ങനെ ഒരു തീരുമാനം എടുക്കാം. കാരണം കഴിഞ്ഞ വട്ടം മറ്റേ EMSലെയും PDയിലെയും ഒക്കെ ആൾക്കാർ കുറേ പേര് ചോദിച്ചായിരുന്നു ഇതുപോലെ, ബ്രോ നമുക്കും കൂടെ കളിക്കാനുള്ള അവസരം തരുമോ എന്നുള്ളൊരു സാധനം ചോദിച്ചായിരുന്നു. അപ്പം ഇങ്ങനൊരു സംഭവം വരുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവർക്കും കളിക്കാനുള്ള താല്പര്യം ഉണ്ടാവുമല്ലോ. രായൻ ഇവിടെ ഉണ്ടോ? ഇല്ല. ലൈവിനോ? നിഞ്ച ഇവിടെ ഉണ്ടല്ലോ. ഹലോ. എടാ രായ, ഇവര് സിറ്റിസൺസിന് ചാൻസ് കൊടുക്കുന്ന കാര്യത്തെ പറ്റി ചോദിക്കുന്നത്. ഗ്യാങ് മൊത്തത്തിൽ വന്നിട്ട് അതിന്റെ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ആണല്ലേ? അതാ എത്ര ഉണ്ടെന്ന് ബാക്കി കൊടുക്കാലോ. എടാ സോൺ ഡാമേജ് ഉണ്ടോ നിഞ്ച? ഒരു ഡെമോ ചെയ്ത് കാണിക്കുമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ദിവസം ഗൈസ് ഡെമോ ടൂർണമെന്റിന് ഒരു ദിവസം ബാക്കിയുള്ള ദിവസം തലേന്ന് രാത്രി നമ്മൾ ടൂർണമെന്റിന്റെ ഫുൾ ഇത് നമ്മൾ സ്ട്രീം ചെയ്ത് കാണിക്കും. ഒരു ടെസ്റ്റ് സ്ട്രീം ചെയ്ത് കാണിക്കും. നമ്മുടെ പ്ലേസിനെ വെച്ചൊരു ചെറിയൊരു ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാം. സ്മോക്കും മൊളട്ടോവും വേണം. അതുണ്ട്, അത് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ വെഹിക്കിൾസ് ഉണ്ട്. അപ്പൊ പിന്നെ ബാക്കി വാറും പോലെ ഫൈറ്റ് കാര്യങ്ങളൊക്കെ. ഗണ്ണ് സ്നൈപ്പർ അങ്ങനത്തെ ഒന്നും ഇല്ല ഗൈസ്. അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ നോർമൽ AR കാർബൈൻ റൈഫിൾ ആയിരിക്കും. പ്ലസ് അതിന്റെ കൂടെ നമ്മൾ ഗ്രോസയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊണ്ട് ഗ്രോസ് കൊണ്ടുവരാൻ പറ്റില്ലടാ. നമുക്ക് ഒന്നില്ലെങ്കിൽ അഡ്വാൻസ് കാർബൺ റൈഫിൾ അങ്ങനത്തെ കുറച്ചുകൂടി നമുക്ക് സെറ്റ് ചെയ്യാം. ഗ്രോസ് ആണെങ്കിൽ ഗ്രോസ് അത് നമുക്ക് നോക്കിട്ട് ചെയ്യാം. പിന്നെ ഓവർ ഇത് വെക്കണില്ല, നമുക്ക് പരമാവധി ലാഗ് കുറച്ച് തന്നെ ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്യണം. അതെ. ലോങ് റേഞ്ച് ഗൺസ് ഒന്നും ഇല്ല ഗൈസ്. ലോങ് റേഞ്ച് ഗൺസ് ഒന്നും ഇല്ല. 50-50 ആയെന്ന പോള്. എടാ പോള് 50-50 ആയടാ. അതെ 50-50. പിന്നെ അതുപോലെ വണ്ടിയിൽ ഇരുന്ന് വെടിവെക്കുന്ന സെറ്റപ്പ് ഒന്നും ഉണ്ടാവില്ല. വീഡിയോ കയ്യിലൊന്നും ഉണ്ടാവില്ല. വണ്ടിയിലിരുന്ന് വെടിവെക്കാനാ? പബ്ജിയാണ്. വണ്ടിയിലിരുന്ന് വെടിവെക്കണ സെറ്റപ്പ് നടക്കൂല കേട്ടാ. അത് ശരിയാ.
അല്ല പറ്റും, പക്ഷെ അതുണ്ട്, അങ്ങനെ ചെയ്യാനേ പറ്റും, പക്ഷെ അത് വേണ്ട. അതാണ് ഒരു കാര്യം ചെയ്യണം, ഇത്രയും ഒരു 5 സ്ലോട്ടോ 4 സ്ലോട്ടോ സിറ്റിസൺസിന് കൊടുക്കാന്നുള്ള ഒരു അല്ല രീതിയിൽ നമുക്ക് നാളെ രജിസ്ട്രേഷൻ ഓപ്പൺ ആക്കിയതിനു ശേഷം ആ, നമുക്ക് കഴിഞ്ഞിട്ട് ടോട്ടൽ രജിസ്ട്രേഷൻ എത്ര വരുന്നെന്ന് നോക്കാടാ. അപ്പൊ നോക്കാം. നമ്മൾ പ്രതീക്ഷ ഇപ്പം നമ്മൾ അത്രയും ടീം നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അത്ര നമുക്കൊരു 4 ദിവസത്തിൽ നടത്താൻ പറ്റാത്തതിന്റെ അത്രയും ടീമുകൾ വരുവാണെങ്കിൽ നമുക്കൊരു ലിമിറ്റഡ് സ്ലോട്ട് ഒരു 4 പേർക്ക് എല്ലാ ഗ്രൂപ്പിലും ഫിൽ ആവുന്ന രീതിയിൽ ഒരു 5 സിറ്റിസൺ ഗ്യാങ്സിന് കൊടുക്കാം. Okay. അല്ലെങ്കിൽ നമുക്ക് സിറ്റിസൺസിനോട് ഓപ്പൺ ആക്കി കൊടുക്കാം. Okay. ഡീഡോസ് അടിച്ചാലോ ബ്രോ? ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, ഇത് വേറെ ഒന്നും ചെയ്യാനില്ല കറന്റ്ലി. ഡീഡോസ് അടിക്കുന്ന കാര്യമൊക്കെ ആ സമയത്ത് നോക്കാന്നുള്ളൊരു കാര്യമേ നടക്കുകയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കറന്റ്ലി നമുക്ക് ചെയ്യാനില്ല. മനസ്സിലായോ? അതാണ് പ്രശ്നം. പിന്നെ POV സ്ട്രീംസ് നമ്മൾ അലോ ചെയ്യത്തില്ല. ഡീഡോസിന്റെ ഇഷ്യൂ മറ്റേ മെറ്റ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അത് അലോ ചെയ്യാത്തതുകൊണ്ട് മസ്റ്റായിട്ട് ഇത്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ടൂർണമെന്റ് നമ്മൾ ഒത്തിരി ദിവസത്തേക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അപ്പൊ അങ്ങനത്തെ എല്ലാം കൂടെ സെറ്റപ്പ് ചെയ്യണം. അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മളിപ്പം മാക്സിമം നോക്കി. പറഞ്ഞോ ലൈവ് ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞോ? കാരണം ആദ്യം പറഞ്ഞു. POV റെക്കോർഡ് മസ്റ്റായിട്ട് വേണം. POV റെക്കോർഡ് നമുക്ക് മസ്റ്റായിട്ട് വേണം. ഇപ്പൊ നമ്മൾ POV ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ ടീമിനെ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. നമുക്ക് POV മസ്റ്റായിട്ട് വേണം. ഒരു മാച്ച് നമുക്ക് എത്ര മിനിറ്റ് തീർക്കാൻ പറ്റൂടാ? അത് വേണമെങ്കിൽ 40 എന്നല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 40. 30-40 മിനിറ്റിനകത്ത് ഒരു ദിവസം മാക്സിമം ഒരു 3 hours. പക്ഷെ ഇത് കുറച്ച് നേരത്തെ ആയിരിക്കും കൈസ്. 9:50 എന്നുള്ള ടൈം ആയിരിക്കത്തില്ല കേട്ടാ. നമ്മൾ മാക്സിമം ഒരു 9 മണിക്കൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. ഒരു 12 മണിക്ക് മുമ്പ് ഒരു ഡേ തീർക്കുക എന്നുള്ളൊരു ഇതിലായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു മാക്സിമം 2-3 ഗെയിംസ് ഒരു ദിവസം കവർ ചെയ്യണം 12 മണിക്കൊക്കെ മുമ്പിൽ. മനസ്സിലായി? അപ്പൊ അങ്ങനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ആയിരിക്കും ടൂർണമെന്റ് വെക്കുന്നത്. ഒത്തിരി ലേറ്റ് ആക്കിയാലും നടക്കൂല. പ്ലേയേഴ്സിന് എല്ലാവർക്കും കളിക്കണം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സോൺ ഡാമേജ് ഉണ്ട് ബ്രോ, ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു. സോൺ ഡാമേജ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ടൂർണമെന്റ് അപ്ഡേറ്റ്സ്. അപ്പോൾ എല്ലാവരെയും TVA and Xland is welcoming each and every RP gang in your community. Do participate guys, all the very best. നിങ്ങൾക്ക് നാളെ തൊട്ട് രജിസ്ട്രേഷൻസ് ഓപ്പൺ ആയിരിക്കും. മാക്സിമം നിങ്ങൾക്ക് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പെർഫോം ചെയ്യാനും നോക്കുക. അപ്പം ബാക്കി ഡീറ്റെയിൽസ് നാളെ TVയുടെ ഇൻസ്റ്റാഗ്രാം പേജിലും കൊളാബായിട്ട് തന്നെ എക്സ്ലാൻഡിസിന്റെ പേജിലും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ടൂർണമെന്റ് അനൗൺസ്മെന്റ്. ആൻഡ് ഇതൊരു നല്ല കോസിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂർണമെന്റ് കൂടിയാണ്.